നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് രുചികളുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആദ്യം നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ പരിചയപ്പെടുത്തി തരാം. ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ, ബീഫ്, പനീർ ഇവ മൂന്നും കൊണ്ടിട്ടുള്ള സ്റ്റീംഡ് ഫ്രൈഡും മൊമോസാണ് ഇവിടെ ഉള്ളത്. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബീഫ് സ്റ്റീംഡ് മൊമോയാണ്. അടിപൊളി ഐറ്റമാണ്, ഒന്നും പറയാനില്ല. വെരി ജ്യൂസി ആയിട്ടുള്ള കിടിലം ഐറ്റം, അത്രയും ടേസ്റ്റിയാണ്. പിന്നെ അവരുടെ എടുത്തു പറയേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ ഐറ്റമായ ഒരുപാട് ഷേക്കുകളാണ്. അതായത് അവോക്കാഡോ, മാംഗോ, സ്ട്രോബെറി, ഷാർജ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഷേക്കുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള അവരുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാംഗോ ഷേക്ക്, ഒന്നും പറയാനില്ല. വെരി ക്രീമി ആയിട്ടുള്ള ഒരു മറ്റെവിടെയും കിട്ടാത്ത ഒരു രുചിയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. കാര്യം ഇത് ഒരുപാട് പേരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് ടേസ്റ്റുകൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന ഈ ഒരു മാംഗോ ഷേക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഐസ്ക്രീമുകളാണ്. എൻ്റെ പൊന്നഴിയ, ഒരു രക്ഷയില്ല. ഇത്രയും ഫ്ലേവർ ഞാൻ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. കാര്യം നിങ്ങൾ പോലും കഴിച്ചു കാണാത്ത ഫ്ലേവറൊക്കെയാണ് ഇവിടെ ഉള്ളത്. അടിപൊളിയാണ്. പനീറുണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, സ്ട്രോബെറി, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട്. നമ്മുടെ ഐസ്ക്രീമെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എന്തൊക്കെ ഫ്ലേവർ ആണെന്ന് ചോദിക്കാം. അപ്പൊ പറഞ്ഞു, എന്തൊക്കെ ഫ്ലേവർ ഐസ്ക്രീം? ഇത് രണ്ടും വാട്ടർ ബേസ് ആണ്. ഇത് ഗ്രീൻ ആപ്പിൾ, അല്ല പിന്നെ ഗ്രേപ്പ്, ഇത് മാംഗോ. ഇത് രണ്ടും മിൽക്ക് ബേസ് ആണ്. പാലൈസും ഗ്രീൻ ആപ്പിളും. പിന്നെ ഇത് എല്ലാം മിൽക്ക് ബേസ് തന്നെ. ഓറിയോ, സ്ട്രോബെറി, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട്, ഗുവ, ചിക്കു, സീതാഫല്, പാഷൻ ഫ്രൂട്ട്, സ്പാനിഷ് ഡിലൈറ്റ്, ബ്ലൂബെറി, ന്യൂട്ടല്ല, ടെൻഡർ സ്ലൈസ്, റെഡ് വെൽവെറ്റ്, പിന്നെ ഗുലാബ് ജാം, അവക്കാഡോ, ക്രിസ്പെല്ലോ, ടെൻഡർ കുൽഫി, പിന്നെ സിപ്പപ്പ്. നാല് ഫ്ലേവർ ഉണ്ട്. ഉണ്ട്, എല്ലാം ഉണ്ട്. ചോക്ലേറ്റ്, ഗ്രീൻ ആപ്പിൾ. അപ്പൊ 4 ഫ്ലേവർ സിപ്പപ്പും ഉണ്ട്. ഇത്രയും എത്ര ഫ്ലേവർ ഉണ്ട് മൊത്തം? മോമോസിന്റെ നമുക്ക് പിന്നെ പനീറുണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്. ഇത് ഫ്രൈഡും സ്റ്റീവും മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ 5 ഡിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹണി ചില്ലി ഉണ്ട്, തന്തൂരി ഇതുണ്ട്, പിന്നെ കെച്ചപ്പ് ഉണ്ട്, മയോണൈസ് ഉണ്ട്, പിന്നെ തന്തൂരിയുടെ ചില്ലി തന്നെ ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ഡിപ്പുണ്ട്. പിന്നെ 2 ഡിപ്പുണ്ട്, അത് ഞാൻ വെച്ചിട്ടില്ല. അപ്പൊ ഡിപ്പ് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വെച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഒരുപാട്, പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഇത്രയും ഡിപ്പ് കിട്ടുന്ന ഒരു കട ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയും 5 ഉണ്ട്. ഇനി 2 ഉണ്ടെന്ന് പറഞ്ഞാൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വെച്ചിട്ടില്ല. നല്ല ബീഫിന്റെ ഫ്ലേവർ ഒക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ബീഫ് നല്ല രീതിയിൽ നല്ല ജ്യൂസി, നല്ല രസമുണ്ട്. നമുക്ക് എന്താ ഫ്രൈഡ് ഐറ്റം ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നൈസ്. അത് ചൂടാണ് കേട്ടോ, നല്ല ചൂടിലാണ് ഇവർ സെർവ് ചെയ്യുന്നത്. നല്ല ചിക്കൻ്റെ നല്ല ഫ്ലേവർ അടിക്കുന്നുണ്ട്. കൊള്ളാം. നമുക്ക് അപ്പൊ നമ്മുടെ അനീഷ് ഖാൻ സ്പെഷ്യൽ മാംഗോ ഷേക്കാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് ഭയങ്കര അഭിപ്രായമാണെന്നൊക്കെയാ പറയുന്നത്. ഞാൻ കഴിച്ചു നോക്കി. അതാണ് ഇവിടുത്തെ അനീഷ് ഖാന്റെ സിഗ്നേച്ചർ ഐറ്റം ആണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സത്യം പറയാലോ, ഒന്നും പറയാനില്ല. സൂപ്പറാണ്. നല്ല ക്യാഷ്യൂ നട്ടൊക്കെ നല്ല ഇതിന്റെ ഇടയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്യാഷ്യൂ നട്ട് ഓരോ സ്പൂൺ എടുക്കുമ്പോഴും നമുക്ക് കുറച്ച് ക്യാഷ്യൂ നട്ട് കിട്ടാറുണ്ട് കേട്ടോ. വെരി നൈസ്. ഒരു നല്ല ക്രീമി ആയിട്ടിരിക്കുന്നു. ക്രീമി ആയിട്ടിരിക്കും. നമ്മള് എന്തോ പറയാൻ വാക്കുകളില്ല. അഭിപ്രായം പറയാൻ പറ്റത്തില്ല. അടുത്തതും അതിനോട്ട് എപ്പോഴാണ് അത്രയും ടേസ്റ്റ് ആവുന്നത്. സെറ്റ് സാധനം കേട്ടോ.
ഒറിജിനൽ മാങ്ങ. ഫ്രീ പിന്നെ ഒരു സാധനം ഇട്ടുണ്ട്, പറ സ്നേഹം. പിന്നെ നമ്മുടെ കൽബിന്റെ സ്നേഹം. സെറ്റ് ആണ് കേട്ടോ. ചൂടത്തൊക്കെ ഉച്ചക്കൊക്കെ വന്നിട്ട് ഒരെണ്ണം അടിക്കണം. സൂപ്പർ, നല്ല ചില്ല്. ഇങ്ങനെ ഇതിലേ കൂടെ പോണ അറിയാൻ പറ്റുന്നുണ്ട്. പത്താ സാധനം കേട്ടോ. പത്താ മാങ്ങോട. പക്ഷെ ഒരു പുളിപ്പ് പോലും ഇല്ല അല്ലേ? ഒരു പുളി, സാധാരണ ഒരു മാംഗോ ഷേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഒരു പുളിപ്പൊക്കെ കാണും, പക്ഷെ ഇതിനകത്ത്. അപ്പൊ ഞാൻ എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ള ഐസ് ബ്ലോക്കിലാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഇവിടുത്തെ ആ മാംഗോ ഷേക്കും അതുപോലെ തന്നെ സ്റ്റീംഡ് ബീഫ് മൊമോയും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.